ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ChatGPT എങ്ങനെ ഒരു എഫക്റ്റീവ് ടീച്ചർ ആവാമെന്നുള്ളതിൻ്റെ ഒരു മെയിൻ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ലൈക്ക് ഹൗ ടു ക്രിയേറ്റ് ലെസൺ പ്ലാൻ വിത്ത് ChatGPT. സോ വെൽക്കം. അപ്പോൾ നമുക്ക് വിൽ കൺസിഡർ വൺ ടോപ്പിക്. നമുക്കിപ്പോൾ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പം ഒരു ടോപ്പിക്ക് ലെസൺ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുൾ സബ്ജക്റ്റിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനായിരിക്കാം. എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്ന ഒരു ടോപ്പിക് എടുക്കാം. നമ്മൾ പെരിമീറ്റർ, ആ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഏരിയ ആൻഡ് വോളിയം. ദിസ് എ ടോപ്പിക് ഇൻ 5th സ്റ്റാൻഡേർഡ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ആൻഡ് കോമ്പോസിറ്റ് ഷേപ്സ്, വോളിയം ഓഫ് ക്യൂബോയിഡ് ആൻഡ് ക്യൂബ്സ്. പിന്നെ അതിൽ അവർ പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ChatGPTയിൽ കൊടുക്കണം. ChatGPT കൊടുക്കാൻ വേണ്ടി അതിന് കൊടുക്കുന്ന നമ്മൾ ചാറ്റിൻ്റെ പേരാണ് പ്രോംപ്റ്റ്. കറക്റ്റ് പേരുകൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഐ വാണ്ട് ടു ടീച്ച് ദ ഫോളോയിങ് ടോപ്പിക്സ് ഇൻ 5 hours ഫോർ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഇൻ കേരള. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പ്രോംപ്റ്റ്, നമ്മൾ ChatGPT, നമ്മൾ ഒരാളോട് സംശയം ചോദിക്കുകയാണെങ്കിലേ കൃത്യമായിട്ട് ചോദിച്ചാലും നല്ലത്. നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്? 5 hours എന്ന് പറയുന്നുണ്ട്, 5th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ഇൻ കേരള എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോപ്പിക്ക് വിത്തിൻ ഇൻവേർട്ടഡ് കൊമാസിൽ കൊടുക്കുന്നു. അപ്പോൾ ലേണിംഗ് ഇതിന് മുമ്പ് നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ലെസൺ പ്ലാനിന് മുമ്പ് നമുക്ക് ലേണിംഗ് ഔട്ട്കംസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ ഔട്ട്പുട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ChatGPT എടുക്ക് നമുക്ക് സ്വന്തമായിട്ട് പോയി ചോദിക്കാം. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ChatGPT ഉപയോഗിച്ചാലേ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവുള്ളൂ. ChatGPT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് ലാംഗ്വേജ് മോഡൽ, ഒരു മെഷീൻ, ഒരു കമ്പ്യൂട്ടറാണ്. അപ്പം കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും അതെന്തെങ്കിലുമൊക്കെ തരും. നമ്മൾ ചോദ്യം കറക്റ്റ് അല്ലെങ്കിൽ ഉത്തരം ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ ചോദ്യം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കാം. അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് കിട്ടിയ ഒരു ഉത്തരമാണ് അടുത്ത ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് എന്താണ്? സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ഡിഫൈൻ പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം. അപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കഴിവ് എന്താണ്? ദേ വിൽ ബി ഏബിൾ ടു ഡിഫൈൻ പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം. പിന്നെന്താണ്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് triangles, rectangles, squares and composite shapes. Calculate the area of triangle, rectangles, squares and composite shapes. Define and calculate volumes of cuboids and cubes. Apply the knowledge to solve real life problem involving perimeter, area and volume. Recognize and describe real world example that require these calculations. സാധാരണ പെരിമീറ്റർ ഏരിയ ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫെൻസിങ്ങിൻ്റെ ഇത് എത്ര വേണം, അല്ലെങ്കിൽ ഒരു റൂം പെയിൻ്റ് അടിക്കണമെങ്കിൽ മതിലിൽ എത്ര ഏരിയ ഉണ്ട്, അങ്ങനെയുള്ള രസമുള്ള സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് പറ്റണം ഇത് പഠിച്ചു കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ChatGPTയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതേ പ്രോംപ്റ്റ് തന്നെ നമുക്കവിടെ പേസ്റ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്ന സമയം ലാഭിക്കാമല്ലോ. ഇപ്പോൾ ChatGPTയിൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അക്കൗണ്ടുണ്ട്. അക്കൗണ്ടുള്ളപ്പോൾ നേരെ ChatGPT തുറക്കുക. അപ്പോൾ ChatGPTയെ പറ്റി ഓരോന്ന് കാര്യങ്ങൾ ഇതിലുള്ള ഈ പുതിയ ചാറ്റാണെങ്കിൽ നമ്മളിവിടെ ന്യൂ ചാറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ന്യൂ ചാറ്റ് എന്ന് കൊടുത്തു. ന്യൂ ചാറ്റിൽ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ചാറ്റ് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ചാറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞു തരും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണെന്ന് എൻ്റെ ആദ്യം കൊടുത്ത പ്രോംപ്റ്റ് അത്രയും കൃത്യമായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആവശ്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ പറയാം,
limit the learning outcomes to 6 bullet points. അപ്പോൾ നമുക്ക് എന്താ വേണ്ടുന്ന ആദ്യത്തെ പ്രോംപ്റ്റിൽ തന്നെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ അടുത്ത നമുക്ക് കിട്ടിയ സംഭവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിനോട് പറയാം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ബ്രീഫ് ആക്കണമെങ്കിൽ പറയാം, ക്യാൻ യു മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ബ്രീഫ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടുന്നതെന്ന് അതിനോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് കുറേ കഥകളൊന്നും ഇല്ലാണ്ട് വോളിയം കാൽക്കുലേഷൻ, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ, ഹാൻഡ്സ് ഓൺ മെഷർമെൻറ്റ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് തന്നെ പോകാം. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മൾ ChatGPT ഉപയോഗിക്കുമ്പോഴുള്ള ഒരു മെയിൻ സംഭവം, ഇറ്റ്സ് എൻ ഐട്രേറ്റീവ് പ്രോസസ്സ്. നമ്മൾ കൊടുക്കുന്ന ചോദ്യം ചാറ്റ് അങ്ങോട്ട് പറയുമ്പോൾ അത് തിരിച്ച് പറയും. എത്രത്തോളം നമ്മൾ സ്മാർട്ടായിട്ട് പറയുന്നു, ആ പറയുന്നതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, അത്രയും കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ പ്രസൻറ്റേഷനിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത എന്താണ്, ലെസൺ പ്ലാൻ വേണം. അതായിരുന്നല്ലോ നമ്മളെ മെയിൻ ഹെഡിങ്. ഐ വോണ്ട് ടു ടീച്ച് ദ ഫോളോയിങ് ടോപ്പിക്സ് ഇൻ 5 hours ഫോർ 5th standard സ്റ്റുഡൻസ് ഇൻ കേരള. പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം. പ്ലീസ് ഗീവ് മി എ ലെസൺ പ്ലാൻ വിത്ത് ആക്ടിവിറ്റീസ്. അങ്ങനെ കൊടുക്കാം, നമുക്കത് കൊടുത്തു നോക്കാം. ഇത് അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് തന്നിരിക്കുന്നത് നോക്കിയേ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെസൺ പ്ലാനിൽ എപ്പോഴും ഒബ്ജക്റ്റീവും ഡ്യൂറേഷനും വേണം. എന്നിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ്? സ്റ്റുഡൻറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ് പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം ഓഫ് വേരിയസ് ഷേപ്സ് ആൻഡ് അപ്ലൈ ദീസ് കൺസെപ്റ്റ് ടു റിയൽ ലൈഫ് എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ് ഇൻട്രഡക്ഷൻ ടു ഇൻട്രഡക്ഷൻ ടു പെരിമീറ്റർ. പെരിമീറ്റർ എന്താണെന്നൊക്കെ പറയാൻ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പെരിമീറ്റർ ഇൻ മെഷറിങ് ബൗണ്ടറി ഓഫ് ഷേപ്സ്. ഇപ്പോൾ നമ്മൾ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റളവ് വേണം എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ നമുക്കൊരു നല്ലൊരു അടുത്തതിൽ പറയുന്നുണ്ട് ക്ലാസ് ഡിസ്കസ് ഡിഫറെൻറ്റ് ഷേപ്സ് വെയർ പെരിമീറ്റർ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് മാത്സ് പഠിക്കുമ്പം പലപ്പോഴും ഉള്ളൊരു വിഷയം, അവർ വിചാരിക്കും ഇത് മാത്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത് പറയുന്നുണ്ട്. കുട്ടികളെ ചിന്തിപ്പിക്കുകയും കുട്ടികൾക്ക് ലേണിംഗ് ഒരു ഫണ്ണാക്കുകയും ആക്ടിവിറ്റിയൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഡെയിലി ആക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമായിരിക്കും, എന്നാലും അതിന് ഒത്തിരി സമയം വേണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ChatGPT ഉപയോഗിക്കാം. അപ്പോൾ അതെന്താ, ഫെൻസിൻ്റെ ഒരു പാർക്കുണ്ട്, അതിന് ചുറ്റുമുള്ള പാത്ത്, ആ പാത്തിൻ്റെ ലെങ്ത് എത്രയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഡിസ്കസ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് വേർ പെരിമീറ്റർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഏരിയ പറയുന്നു. അപ്പോൾ അതിലും എന്ത് പറയുന്നു. അപ്പോൾ ഇതിൽ ഈ സംഭവത്തിൽ നമുക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് പറയാം. ഇതിൽ യൂണിറ്റ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. കുട്ടികൾക്ക് ഈ സെൻറ്റിമീറ്റർ, മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുമ്പം അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്ലീസ് ഇൻക്ലൂഡ് യൂണിറ്റ്സ് of perimeter, area and volume at appropriate
ലാസ്റ്റ് എല്ലാം കൂടെ യൂണിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ബോറായിരിക്കും. അതുകൊണ്ടാണ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്ത് തരും, നമുക്ക് ലെസൺ പ്ലാൻ തരും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എത്രമാത്രം കൃത്യമായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നു അത്രമാത്രം കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇപ്പോൾ ആക്ടിവിറ്റി കണ്ടില്ലേ, ഡിഫൈൻ എൻ ഏരിയ, ഇൻട്രൊഡക്ഷൻ ടു ഏരിയ, ഡിഫൈൻ എൻ ഏരിയ മെഷേർഡ് ഇൻ സ്ക്വയർ യൂണിറ്റ്സ് സച്ച് ആസ് സ്ക്വയർ മീറ്റേഴ്സ്, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് സ്ക്വയർ സെൻറ്റിമീറ്റർ, ആൻഡ് എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് ഇൻ മെഷറിംഗ് സർഫസ് ഏരിയ, റിലേറ്റ് ഏരിയ ടു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ലൈക്ക് പെയിൻറ്റിങ് എ വോൾ ഓർ കവറിങ്, ഡിസ്കഷൻ പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്കിപ്പോൾ പല ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാവും സ്കൂളിൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട്. അത് കൂടാതെ നമുക്ക് നമ്മുടെ ലെസൺ, നമ്മുടെ ക്ലാസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ലെസൺ പ്ലാൻ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാനുള്ള കാര്യം. നമുക്കിനി വീണ്ടും പ്രസൻറ്റേഷനിലേക്ക് പോവാം. ഞാൻ ഒത്തിരി ഐട്രേഷൻ ചെയ്ത് നേരത്തെ ക്ലാസ്സിന് മുമ്പൊന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അതിൽ വന്ന ഒരു ലെസൺ പ്ലാനിൽ ഒന്നാമതാണ് ഡിഫൈൻ പെരിമീറ്റർ, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പെരിമീറ്റർ ഇൻ റിയൽ ലൈഫ്, ഷോ വിഷ്വൽ എയ്ഡ്സ്. അപ്പോൾ നമ്മൾക്ക് ചില ഇത് ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്പീരിയൻസുള്ള ടീച്ചറാണെങ്കിൽ അറിയും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക്, ഞാനിപ്പോഴും ചെറിയ ക്ലാസ്സിലുള്ളപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ടീച്ചർ കുറേ സർക്കിളും ഡിസ്കും പിന്നെ ചെറിയ ക്യൂബും റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ ആയിട്ട് ക്ലാസ്സിൽ വന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനാണ്. ഡിസ്കസ് ദ യൂണിറ്റ്സ് യൂസ്ഡ്, മെഷറിങ് പെരിമീറ്റേഴ്സ്, അങ്ങനെ ഈ രീതിയിലുള്ള ലെസൺ പ്ലാൻ കിട്ടും. ഞാൻ പിന്നെ നമ്മുടെ പോർട്ടലിൽ ഒരു സാമ്പിൾ ലെസൺ പ്ലാൻ ഇത് ജനറേറ്റ് ചെയ്തത് അവൈലബിളാണ്, നിങ്ങൾക്കത് നോക്കാം. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഓൺലൈനാണ്, അപ്പം എന്ത് ചെയ്താലേ പഠിക്കുള്ളൂ. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ ആക്ടിവിറ്റി ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള പ്രോംപ്റ്റ് തരാം. ഞാൻ നേരത്തെ എന്താണ് കേരളത്തിലെ കുട്ടിയാണ് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു. അതിന് പകരം ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ്. ഐ നീഡ് ടു ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ ഫോർ എ 5th grade ക്ലാസ് ഓൺ ദ ടോപ്പിക് പെരിമീറ്റർ. ഇത് പെരിമീറ്റർ ഏരിയയും മറ്റേതും ഇല്ല, അതുകൊണ്ട് ദ ലെസൺ ഷുഡ് ബി 1 hour long and include the following sections. അപ്പോൾ ലെസൺ പ്ലാൻ ഇപ്പോൾ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്തെങ്കിലും ഒരു ഫോർമാറ്റും ഇന്ന സെക്ഷനുകൾ വേണമെന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ടൈറ്റിൽ വേണം, ഗ്രേഡ് ലെവൽ വേണം, ഡ്യൂറേഷൻ വേണം, ഒബ്ജക്റ്റീവ് വേണം, ഇങ്ങനെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിലുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഈ പ്രോംപ്റ്റ് നിങ്ങൾ ChatGPT കൊടുത്തു നോക്കിയിട്ട് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം കൂടെ ചെയ്താലേ നമ്മൾ പൂർണ്ണമുള്ളൂ. ഇതൊരു ആക്ടിവിറ്റിയാണ്. ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ ഇൻ ChatGPT. ഒബ്ജക്റ്റീവ് എന്നാണ്, ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ ആണ് ചൂസൺ ടോപ്പിക്. ഇപ്പം ഞാനിത് മാത്സ് ടീച്ചേഴ്സിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇതാണെങ്കിൽ ഫ്രാക്ഷൻസ്, ജോമെട്രി, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക നിങ്ങൾക്ക്. എന്നിട്ട് ഇൻസ്ട്രക്ഷൻ എന്താണ്, ഈ ചൂസ് എ ടോപ്പിക്, എന്നിട്ട് നമ്മൾ പറയുന്നത് ഇന്ന് സെക്ഷനുകളൊക്കെ വേണം. ഞാൻ നേരത്തെ എൻ്റെ പ്രോംപ്റ്റിൽ കണ്ടില്ല, ടൈറ്റിലും ഗ്രേഡ് ലെവലും ഡ്യൂറേഷനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി എന്ത് വേണം, ടൈറ്റിൽ വേണം, ഗ്രേഡ് ലെവൽ വേണം, ഡ്യൂറേഷൻ വേണം, ഒബ്ജക്റ്റീവ് വേണം. നമ്മളെ ലെസൺ പ്ലാനിൻ്റെ കൂടെ മെറ്റീരിയൽസ് നീഡഡ് വേണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്ലാസ്സിൽ വേണം എന്നുള്ള ഒരു ഗ്രാഹ്യം വേണമല്ലോ. പിന്നെ ഇൻട്രഡക്ഷൻ വേണം, ലെസൻ്റെ സ്റ്റെപ്സ് വേണം, അസസ്മെൻറ്റ് വേണം, ഹോംവർക്ക് വേണം, റിസോഴ്സ് വേണം. ഇതെല്ലാം കൂടിയായിട്ടുള്ളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലെസൺ പ്ലാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം യൂസിങ് ദ ഹെൽപ്പ് ഓഫ് ChatGPT. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ ChatGPT വെച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. സോ ദാറ്റ്സ് ഓൾ. സോ ഗിവ് യു എ ഫീഡ്ബാക്ക്. അപ്പം നിങ്ങളുടെ തന്ന വർക്കിൻ്റെ ആക്ടിവിറ്റിയുടെ ഒരു PDF ഫോമിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ലെസൺ പ്ലാൻ അപ്ലോഡ് ചെയ്യണം പോർട്ടലിൽ.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് മെയിലും ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.